ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കൊരു FD തുടങ്ങാൻ ആഗ്രഹമുണ്ടോ? അതും ഓൺലൈനായിട്ട് ഈസി ആയിട്ട് 1 മിനിറ്റിൻ്റെ താഴെ. നിങ്ങളൊരു സൗദി ബാങ്ക് യൂസറാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ FD തുടങ്ങാം കേട്ടോ. നമ്മുടെ മൊബൈൽ ബാങ്കിങ് ആപ്പായിട്ടുള്ള SIB മിറർ എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്ക് ഈസി ആയിട്ട് 1 മിനിറ്റിന് താഴെ നമുക്കൊരു FD തുടങ്ങാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങാം. അതുമല്ല, ഫിക്സഡ് ഡെപ്പോസിറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഓരോ മാസം നമ്മൾ ചെറിയ എമൗണ്ട് ആയിട്ട് കാശ് സൂക്ഷിച്ച് വയ്ക്കില്ലേ, നമ്മളൊരു ബോക്സിലോ അല്ലെങ്കിൽ നമ്മൾ പണ്ടതൊരു എന്താ പറയുക, അതിന് പേരെനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല, നമ്മൾ ചിരട്ടയിലൊക്കെ ഇട്ട് വയ്ക്കാറില്ല, അതിന് പേര് കിട്ടുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ എന്തായാലും അവിടെ പടം കൊടുക്കാം. ആ സാധനം അതുപോലെ നമുക്ക് വേണമെങ്കിൽ തുടങ്ങും ചെയ്യാം. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു 5-6 മാസം കഴിഞ്ഞ് നമുക്കൊരു സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഇപ്പോൾ ഓരോ മാസം നമുക്കൊരു 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ സാധനത്തിലേക്ക് അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കറക്റ്റ് സാധനം ആകുമ്പോൾ നമുക്ക് സുഖമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചെടുക്കാം. അതും എല്ലാം ഓൺലൈൻ വഴിയാണ്, ഒരു സെക്കൻഡ് ഉള്ളിൽ എല്ലാം നമുക്ക് ചെയ്യാനും പറ്റും. അതുപോലെ നിങ്ങൾക്ക് FD ഓപ്പൺ ചെയ്യാൻ പറ്റും, FD എപ്പോൾ ക്ലോസ് ചെയ്യാനും പറ്റും. ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ ആപ്പ് വഴി പറ്റും. നിങ്ങളൊരു സൗദി ബാങ്ക് യൂസറാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഈസി ആണ്. നമുക്ക് FD തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും അതിന് മുമ്പ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് ഇതുപോലെ നമ്മുടെ റെഗുലർ ബാങ്കിങ് വീഡിയോസും, ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോസും, BSNL ഫൈബറിൻ്റെ വീഡിയോസും, അതുപോലെ ബ്രോഡ്ബാൻഡ്സിൻ്റെ വീഡിയോസും, ഓട്ടോമൊബൈൽസിൻ്റെ വീഡിയോസും, ടെക് വീഡിയോസും, നമ്മുടെ ഹോം അപ്ലയൻസിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും വീഡിയോസ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കാൻ മറക്കണ്ട, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജ് താഴെ കൊടുത്തിട്ടുണ്ട് ലിങ്ക്, ഒന്ന് കയറി ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നമ്മുടെ പേജ് പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ മെസ്സഞ്ചറിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മൊബൈലിലേക്ക് പോകാം, എന്നിട്ട് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തുടങ്ങാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മൊബൈലിൽ തിരിഞ്ഞിടുക. അപ്പോൾ നമുക്ക് മൊബൈലിൽ നമ്മുടെ സൗദി ബാങ്കിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് ഹൈഡ് ചെയ്തിട്ടൊക്കെയായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങൾക്ക് SIB മിററിനെ കുറിച്ച് അറിയില്ലെങ്കിൽ നമുക്ക് സൗദി ബാങ്കിൻ്റെ ഒരു എന്താ പറയുക, മൊബൈൽ ബാങ്കിങ്ങിൻ്റെ ആപ്പാണ് കേട്ടോ. അത് നല്ലൊരു ആപ്പാണ്. റെഗുലറായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ, ഫീച്ചേഴ്സൊക്കെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. നോർമൽ സെക്യൂരിറ്റി അപ്ഡേറ്റ് മാത്രമല്ല, റെഗുലറായിട്ട് ഫീച്ചേഴ്സും അപ്ഡേറ്റ് ആവുന്ന ഒരു ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഹോം പേജ് കാണാം, ലോഗിൻ പേജാണത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് UPIയും സൈബർ മാർട്ടും അവരുടെ ഒരു ഷോപ്പിംഗ് സൈറ്റ് പോലെ സംഭവമുണ്ട്. ഇൻഷുറൻസ്, നെറ്റ് ബാങ്കിങ്ങിൻ്റെ എല്ലാം ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എന്തായാലും എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ലോഗിൻ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഫിംഗർ പ്രിൻറ്റ് ലോഗിൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഫിംഗർ പ്രിൻറ്റ് ഇതിന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് PC ആയിരുന്നു. ഞാനിതൊന്ന് ലോഗിൻ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഹോം പേജ് വരുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഞാൻ ആക്ച്വലി ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഗിൻ പേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കാണാം. ഒന്ന് ക്ലിയർ ആക്കാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ലോക്ക് ഫീച്ചർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോക്കിംഗ് ഫീച്ചർ ഉണ്ടെങ്കിൽ അതാ സംഭവം ഉണ്ട്. ഇതിൽ ഇഷ്ടം പോലത്തെ ഫീച്ചേഴ്സുകളാണ് കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ട അക്കൗണ്ട്സ്, UPI ഫീച്ചേഴ്സ്, ലോക്ക് ഫീച്ചർ, ഇൻഷുറൻസ്. ഇത് നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ, അല്ല ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് സംഭവം കണ്ടു. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനൊന്ന് സൂം ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം SIB ഡ്രീംസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്കിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട്, സെലിബ്രേഷൻ, ഇലക്ട്രോണിക്സ്, ഫാമിലി. ഇപ്പോൾ നമുക്ക് ഇലക്ട്രോണിക്സ് വാങ്ങിക്കണമെന്ന് ഇരിക്കുക, ലാപ്ടോപ്പ് വേണമെന്ന് ഇരിക്കുക. അപ്പോൾ അതിനിടെ എമൗണ്ട് ഓഫ് നമുക്കൊരു എന്താ പറയുക, നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ എമൗണ്ട്. ഇപ്പോൾ ഒരു 50,000 ആണെന്ന് ഇരിക്കാം. 50,000 നമ്മൾ 50 വെച്ചു. അപ്പോൾ നമുക്ക് എത്ര ഇയറിൽ അത് എന്താ പറയുക, നമ്മളൊരു ഇപ്പോൾ എടുത്ത് വെച്ചൊരു 1000 ഇട്ടിട്ട് നമ്മൾ സൂക്ഷിക്കില്ല, അത് അങ്ങനത്തെ ഒരു ടൈപ്പാണത്. നമുക്കിപ്പോൾ ഒരു 1 ഇയറിൽ വേണമെന്നിരിക്കുക. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരും. ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് 5.1% കിട്ടും. ഇൻട്രസ്റ്റ് ബെനിഫിറ്റ്സ് നമുക്ക് 1358 കിട്ടും. മന്ത്ലി കോൺട്രിബ്യൂഷൻ നമ്മൾ 4000 രൂപ വെച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. നമുക്ക് ഈ സാധനം ആകുമ്പോൾ വാങ്ങിക്കും ചെയ്ത് അത് കഴുതി കാണിക്കും ചെയ്യട്ടെ. മൈ ഡ്രീംസ് ആയിട്ട് നമുക്കിവിടെ ഒരു പേജ് ഓപ്പൺ ആവും. ഞാൻ തുറന്നിട്ടില്ല ആക്ച്വലി. നമുക്കിവിടെ കാണാൻ പറ്റില്ല. അതിൻ്റെ അടുത്ത ഓപ്ഷനായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് കണ്ടോ. ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൾറെഡി സെലക്ട് ഡെബിറ്റ് അക്കൗണ്ട് വരും. എന്താ പറയുക, പേജ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ബാക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പേജ് വന്നു കണ്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയായിരിക്കും മുകളിലായിട്ട് സെലക്ട് ഡെബിറ്റ് അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ അക്കൗണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഡെപ്പോസിറ്റ് എമൗണ്ട്. അപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം. നമുക്കൊരു 5,000 കൊടുക്കുകയാണെങ്കിൽ 5,000 കൊടുക്കാം. ഡെപ്പോസിറ്റ് പീരീഡ് നമുക്ക് എത്ര മാസം വേണമെങ്കിൽ, ഒരു മാസം തൊട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഡേയ്സും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ 6 മാസം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കൊല്ലം കൊടുക്കാം. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് കൊടുക്കുക. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ഫ്രീക്വൻസി എങ്ങനെയാണ്, മന്ത്ലി ആണോ ആനുവലി ആണോ കൊടുക്കാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ആണോ, അതോ മെച്യൂരിറ്റി ആകുമ്പോൾ അടുപ്പിച്ച് കയറണമെന്ന് കൊടുക്കാം. ഓട്ടോ റിന്യൂ വേണമെങ്കിൽ ഓട്ടോ റിന്യൂ കൊടുക്കാം. ഓട്ടോ ക്ലോസർ വേണമെങ്കിൽ ഓട്ടോ ക്ലോസർ കൊടുക്കാം. എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട്. നമുക്ക്
നോമിനീസ് ആഡ് ചെയ്യാം. ഇത് കഴിഞ്ഞ് നമുക്കിവിടെ എഗ്രി പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് റിവ്യൂ റിക്വസ്റ്റ്, ഡെപ്പോസിറ്റ് എമൗണ്ട് 5000, ഡ്യൂറേഷൻ 10 months ആണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ എന്നിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4.5% ആണ്. ഇൻട്രസ്റ്റ് എമൗണ്ട് 159 രൂപയാണ് കിട്ടുക. മെച്യൂരിറ്റി എമൗണ്ട് 5000 ഫിക്സഡ് ഡെപ്പോസിറ്റ്. നമുക്ക് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയിട്ട് ഇത്രയേ ഉള്ളൂ. നമുക്ക് ആപ്പ് കയറിയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങാം. അത് എത്ര വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് 1 month തൊട്ട് നമുക്ക് ഇഷ്ടമുള്ള എത്ര ഇത് വേണമെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. അതുപോലെ ഫ്ലെക്സി ഡെപ്പോസിറ്റ് തുടങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ അഗേൻസ്റ്റ് ഡെപ്പോസിറ്റ് ഇപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ കൊടുത്താൽ കണ്ടോ FD അക്കൗണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്താൽ നമുക്കൊരു അക്കൗണ്ട് നമ്പർ FD അക്കൗണ്ട് വേറെ നമ്പർ നമുക്ക് കിട്ടും. അത് നമുക്ക് ക്ലോസ് ചെയ്യാൻ ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്ലോസ് ചെയ്താൽ അപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും ചെയ്യട്ടെ. അപ്പോൾ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ SIB യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു പരിപാടി തന്നെയാണ്. കറക്റ്റായിട്ട് നമുക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. അതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ബാങ്കിങ് ആപ്പ് തന്നെയാണല്ലോ, അപ്പോൾ ഈസിയാണ്. അപ്പോൾ എന്താ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഇതൊരു നമ്മൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ ഇതിൽ ആപ്പിൽ കൂടെ നമ്മൾ എങ്ങനെ ഡെബിറ്റ് കാർഡ് വീഡിയോ എടുക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തൊരു പോയി കാണാൻ ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ അതേ രീതിയിലാണ് എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട് എങ്ങനെ FD തുടങ്ങാനും. അപ്പോൾ SIB അക്കൗണ്ട് ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.